السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ, ഒരു ഹറഫ് പാരായണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 നന്മ ചെയ്ത, സുഹൃതം ചെയ്ത പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ നമ്മളുടെ പാരായണം പുണ്യകരമാകണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തജ്വീദ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ പാരായണം എന്നുള്ളത്. അഥവാ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പം എന്താണ് തജ്വീദ് എന്ന് പറഞ്ഞാൽ? തജ്വീദ് എന്ന പദത്തിൻ്റെ അർത്ഥം നന്നാക്കുക എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സാങ്കേതിക അർത്ഥം പരിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾ, അതിൻ്റെ ഉത്ഭവസ്ഥാനമോ അഥവാ മഖ്റജ്, പിന്നെ ഉച്ചാരണ സ്വഭാവം അഥവാ സിഫത്ത്, ഇവ തെറ്റിക്കാതെ പദങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക നിയമങ്ങൾ പാലിക്കലോടുകൂടി പാരായണം ചെയ്യലാണ് തജ്വീദ്. അറബിയിൽ 28 അക്ഷരങ്ങളുണ്ട്. ഇവ പുറപ്പെടുന്ന സ്ഥാനമുണ്ട്, അത് തെറ്റരുത്. അക്ഷരങ്ങൾക്കുള്ള സിഫത്തുകളുണ്ട്, അത് മാറരുത്. അതോടൊപ്പം തന്നെ പദങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക നിയമങ്ങൾ പാലിക്കപ്പെടണം. അതിനാണ് തജ്വീദ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം തജ്വീദ് പഠനത്തിൽ ഏറ്റവും പ്രധാനമാണ് തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങളെ നന്നാക്കുക എന്നുള്ളത്. അതിലേറ്റവും പ്രധാനമായി 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ റെഡിയാവുക. 2 സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങൾക്ക് വിശേഷണമുണ്ട്, ഉച്ചാരണ സ്വഭാവമുണ്ട്, അത് പാലിക്കപ്പെടണം. ഇത് തെറ്റിപ്പോയാൽ അക്ഷരങ്ങൾ മാറും, അത് ഗുരുതരമായ പിഴവാണ്, അർത്ഥവ്യത്യാസം ഉണ്ടാകും. ഇപ്പം നൂന്, മീം ഇവ മുഷദ്ദദായി വന്നാൽ മണിച്ചോദണം എന്നുള്ളതാണ് നിയമം. എന്നാൽ ഒരാൾ മണിക്കാതെ ഓതിയാലും അർത്ഥവ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ അക്ഷരങ്ങളുടെ മഖ്റജ് മാറിയാൽ, സിഫത്ത് മാറിയാൽ അക്ഷരം മാറും, വേറെ അർത്ഥമാകും. അത് ഗുരുതരമായ പിഴവാണ്. ഉദാഹരണത്തിന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതിൽ ഈ ഹോ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഹ എന്നായാൽ, ഹോ എന്നുള്ളത് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന, വായിനോട് ചേർന്ന ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. ഹ എന്നുള്ളത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. ഇപ്പോൾ ഹോ എന്നുള്ളത് മാറി ഹ എന്നായി. ഖലഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ എന്നാണ്, സൃഷ്ടിച്ചവനായ. എന്നാൽ ഹലഖ് എന്ന് പറഞ്ഞാൽ തലമുണ്ടനം ചെയ്യുന്ന, തല വടിക്കുന്ന എന്ന്. ഇപ്പോൾ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ എന്നുള്ളത് ബാർബറായ എന്നാകും. നഊദു ബില്ലാഹ്, എത്ര വലിയ ഗുരുതരമായ പിഴവാണ്. അതുകൊണ്ടാണ് തജ്വീദ് പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങളെ നന്നാക്കുക എന്നുള്ളത് പറയുന്നത്. അക്ഷരങ്ങളുടെ മഖ്റജുകളെ പ്രധാനമായി 5 ഭാഗമാക്കി തിരിക്കാം. അൽ മഖാരിജു റഈസിയ്യ, അൽ മഖാരിജുൽ ആമ എന്നൊക്കെ അതിന് പേര് വിളിക്കപ്പെടാറുണ്ട്. ഒന്നാമത്തേത് അൽ ജൗഫ്, വായയുടെ ഉൾഭാഗം, വായയുടെയും തൊണ്ടയുടെയും ഉൾഭാഗം. 2 അൽ ഹൽഖ്, തൊണ്ട. 3 അൽ ലിസാൻ, നാവ്. 4 അഷ്ഷഫതാൻ, 2 ചുണ്ടുകൾ. 5 അൽ ഖൈഷൂം, തരിമൂക്ക്. ഇതാണ് പ്രധാനപ്പെട്ട മേജർ ഏരിയാസ്, മഖ്റജുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലം. ഒന്നാമത് നമ്മൾ പറഞ്ഞു അൽ ജൗഫ്, ഈ പച്ച നിറത്തിൽ കാണുന്ന വായയുടെ ഉൾഭാഗമാണ് ജൗഫ്. പിന്നെ 2 അൽ ഹൽഖ്, അത് തൊണ്ടയാണ്. നമ്മുടെ ഈ തൊണ്ടക്കുഴി കഴിയുന്നിടത്ത് നിന്ന് ആരംഭിക്കും, പിന്നെ വായയോട് ചേർന്ന ഭാഗം വരെ. ഈ കാണുന്ന നീല നിറത്തിലുള്ളത് അതാണ് ഹൽഖ്. പിന്നെ 3 അൽ ലിസാൻ, നാവാണ്. 4 അഷ്ഷഫതാൻ, 2 ചുണ്ടുകൾ.
അഞ്ചാമത്തത് അൽ ഖൈഷൂം, തരിമൂക്കാണ്. ഇതാണ് മേജർ ഏരിയാസ്, പ്രധാനപ്പെട്ട മഖ്റജ് ഉള്ള സ്ഥാനങ്ങൾ. ഇനി ഇതിൽ ഓരോ മഖ്റജിൽ എത്ര പോയിന്റുകളുണ്ട്, എത്ര അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് എന്ന് നോക്കാം. ഒന്നാമതായി നമ്മൾ പറഞ്ഞു അൽ ജൗഫ്, വായുടെയും തൊണ്ടയുടെയും തുറന്ന സ്ഥലം. ഇപ്പോൾ ഒരു പോയിന്റാണ് അവിടെയുള്ളത്, 3 അക്ഷരങ്ങൾ, മദ്ദക്ഷരങ്ങളായ അലിഫ്, യാ, വാവ്. ഈ 3 അക്ഷരങ്ങളാണ് ജൗഫിൽ നിന്ന് പുറപ്പെടുന്നത്. ഇപ്പോൾ ജൗഫ് എന്ന് പറയുന്നത് ഈ ആരോ മാർക്ക് പോകുന്ന ഇടം, ഇതാണ് വായുടെയും തൊണ്ടയുടെയും തുറന്ന സ്ഥലം എന്ന് പറയുന്നത്. അവിടെ നിന്ന് മദ്ദക്ഷരങ്ങളായ ഈ 3 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. ഫത്ഹിനെ നീട്ടുന്ന അലീഫ്, അതുപോലെ കസ്റിനെ നീട്ടുന്ന യാ, 3 ലൊമ്മിനെ നീട്ടുന്ന വാവ്. ഈ 3 മദ്ദക്ഷരങ്ങൾ ജൗഫിൽ നിന്ന് പുറപ്പെടുന്നു. ഇനി രണ്ടാമത്തത് അൽ ഹൽഖ്. അവിടെയുള്ളത് 3 പോയിന്റാണ്, 6 അക്ഷരങ്ങളാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. ഒന്ന് അഖ്സുൽ ഹൽഖ്, തൊണ്ടയുടെ താഴെ. അഖ്സുൽ ഹൽഖ് എന്ന് പറയാനുള്ള കാരണം വായിൽ നിന്ന് ഏറ്റവും അകന്ന ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തത് വസത്തുൽ ഹൽഖ്, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന്. 3 അദ്നൽ ഹൽഖ്, തൊണ്ടയുടെ മുകളിൽ നിന്ന്. ഈ 3 പോയിന്റുകളാണുള്ളത്, വായയോട് ചേർന്ന ഭാഗം. അതുകൊണ്ടാണ് അദ്നൽ ഹൽഖ് എന്ന് പറയുന്നത്. അഖ്സുൽ ഹൽഖിൽ നിന്ന് പുറപ്പെടുന്നത് 2 അക്ഷരങ്ങൾ, ഒന്ന് ഹംസ, മറ്റൊന്ന് ഹ. വസത്തുൽ ഹൽഖിൽ നിന്ന് പുറപ്പെടുന്നത് 2 അക്ഷരങ്ങൾ, ഒന്ന് ഐൻ, മറ്റൊന്ന് ഹ. ഇനി അദ്നൽ ഹൽഖിൽ നിന്ന്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ, ഗൈൻ, ഹോ. ഇതാണ് ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളും അവിടെയുള്ള പോയിന്റുകളും. ഇനി അടുത്തത് അൽ ലിസാൻ, നാവ്. അവിടെ 10 പോയിന്റ് ഉണ്ട്, 18 അക്ഷരങ്ങളുണ്ട്. ഇത് നാവായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഇതിൻ്റെ ഏറ്റവും പിറകിലുള്ള ഭാഗം, അതാണ് അഖ്സുൽ ലിസാൻ. അവിടുന്ന് 2 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്, 2 പോയിന്റുകളുണ്ട് അവിടെ, അതുപോലെ തന്നെ 2 അക്ഷരങ്ങളും. ആദ്യത്തെ പോയിന്റിൽ നിന്ന് ഓഫ്, രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് കേഫ്. ഇനി രണ്ടാമത്തേത് വസത്തുൽ ലിസാൻ, നാവിൻ്റെ മധ്യഭാഗം. അവിടെ 1 പോയിന്റാണുള്ളത്, 3 അക്ഷരങ്ങളുണ്ട്, ഒന്ന് ജീം, മറ്റൊന്ന് ഷീൻ, മറ്റൊന്ന് യ. ഇനി മൂന്നാമത്തേത് ആഫത്തുൽ ലിസാൻ, നാവിൻ്റെ ഈ അരികു ഭാഗം. അവിടെ 2 പോയിന്റുണ്ട്, 2 അക്ഷരങ്ങൾ, ഒന്ന് വാദ്, മറ്റൊന്ന് ലാം. ഇനി നാലാമത്തത് തൊറഫുൽ ലിസാൻ, ഈ നാവിൻ്റെ തലഭാഗമാണ്. അവിടെ 5 പോയിന്റുണ്ട്, 11 അക്ഷരങ്ങളുണ്ട്, ഒന്ന് തൊ, മറ്റൊന്ന് ദാൽ, ത, സ്വാദ്, സീൻ, സായ്, ലോ, ദാൽ, ഥ, നൂൻ, റോ. ഈ 11 അക്ഷരങ്ങൾ പുറപ്പെടുന്നത് തൊറഫുൽ ലിസാനിൽ നിന്നാണ്. അപ്പോൾ നാവിൽ നിന്ന് പുറപ്പെടുന്ന 18 അക്ഷരങ്ങൾ, അവിടെയുള്ളത് 10 പോയിന്റുകൾ. ഇനി നാലാമത്തത് അഷഫറ്റാൻ, 2 ചുണ്ടുകളാണ്. അവിടെ 2 പോയിന്റ് 4 അക്ഷരങ്ങളുണ്ട്, ഒന്ന് ബ, മറ്റൊന്ന് മീം, മൂന്നാമത്തത് വാവ്, ഫ. ഈ 4 അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഇനി അഞ്ചാമത്തത് അൽ ഖൈഷൂം, തരിമൂക്ക്. അവിടെ 1 പോയിന്റാണുള്ളത്, അതിൽ നിന്ന് പുറപ്പെടുന്നത് ഒന്നച്ചാണ്, മണിക്കൽ, രാഗം. ഇപ്പോൾ പ്രകൃതിയിൽ തന്നെ മണിക്കലുള്ള ഒന്നച്ചുള്ള 2 അക്ഷരങ്ങൾ, നൂൻ, മീം. ഈ 2 അക്ഷരങ്ങളുടെയും ആ മണിക്കൽ പുറത്തു വരുന്നത് ഖൈഷൂമിൽ നിന്നാണ്.
ഇവിടെ ഈ ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട മഹ്റജുകൾ പുറപ്പെടുന്ന 5 ഭാഗങ്ങളും അവിടെയുള്ള പോയിന്റുകളും അവിടെ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ബേസിക്കായി മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഓരോ ഭാഗവും എടുത്ത് അവിടെ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ, അത് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ അക്ഷരങ്ങളുടെ സിഫാത്തുകൾ, ഇതൊക്കെ പ്രത്യേകം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് തൊട്ട് വീഡിയോയുടെ ഗ്രാഫിക്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.